ബെർലിൻ അതുൽ സഭർവാൾ സംവിധാനം ചെയ്ത് ഇഷ്വക് സിംഗ്, അപർശക്തി ഖുറാന, രാഹുൽ ബോസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഹിന്ദി സ്പൈ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. 1993 ഈ പടത്തിൽ കാണിക്കുന്നത്. ചെവി കേൾക്കാനും സംസാരിക്കാനും സാധിക്കാത്ത ഒരാളെ ഇന്റലിജൻസ് ബ്യൂറോ ഒരു സ്പൈ ആണെന്ന് കരുതി പിടിച്ചു വെച്ചേക്കുന്നു. അയാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പുഷ്കിൻ വർമ്മ എന്നൊരു ടീച്ചർ വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ബോളിവുഡിൽ ഈ വർഷം ഇറങ്ങിയിട്ടുള്ള മികച്ച സിനിമകളിലൊന്നാണ് ഇത് എന്ന് ഞാൻ പറയും. ഈ സ്പൈ ത്രില്ലർ എന്നൊക്കെ കേട്ടിട്ട് നോർമൽ ഹിന്ദി ആക്ഷൻ ത്രില്ലേഴ്സ് ലൈക്ക് പഠാൻ അല്ലെങ്കിൽ വാർ, ടൈഗർ ഒക്കെ പോലെയുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ പടം കാണരുത്. അങ്ങനെയുള്ള ഒരു പടമേ അല്ല ഇത്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണിത്. ഗ്രേറ്റ് ഫിലിം മേക്കിംഗ്, കിഡു കാസ്റ്റ് ആൻഡ് പെർഫോമൻസ്, അതുപോലെ ലോ ബഡ്ജറ്റിൽ ഇത്രയും നൈസ് ആയിട്ട് ഒരു പടം ഒരുക്കിയിരിക്കുന്നത്, ഇതിലെല്ലാം ഉപരി ബ്രില്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഇതെല്ലാം ചേരുന്നതാണ് ബെർലിൻ. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ പുഷ്കിൻ വർമ്മയായിട്ട് വന്ന അപർശക്തി ഖുറാന നമ്മുടെ ആയുഷ്മാൻ ഖുറാനയുടെ അനിയനാണ്. പുള്ളി ആ റോളിൽ കിടുവായിരുന്നു. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. വളരെ ജെനുവിൻ ആണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ആ ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആകും. വളരെ റൂട്ടഡ് ആണെന്ന് പറയാം. ഈ സൈൻ ലാംഗ്വേജസിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എനിക്ക് തോന്നുന്നു അങ്ങനെ ഹിന്ദി സിനിമയിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ നായകനേക്കാളും എനിക്ക് ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഇഷ്വക് സിംഗ് അവതരിപ്പിച്ച അശോക് കുമാർ എന്ന ക്യാരക്ടറാണ്. സോ ഗുഡ്. സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള പക്ഷെ വളരെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ട് ആ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇഷ്വക്. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, അതായത് പുഷ്കിനും അശോകും തമ്മിലുണ്ടാകുന്ന ബോണ്ടിങ് ഒക്കെ വളരെ നൈസ് ആയിട്ട് ഓർഗാനിക് ആയിട്ട് തന്നെ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ബോസ് അവതരിപ്പിച്ച ജഗദീഷ് സോന്തി എന്ന ഇന്റലിജൻസ് ഓഫീസർ, ആസ് യൂഷ്വൽ പുള്ളി കൈകിട്ടുന്ന ഏത് റോളും കിടുവായിട്ട് ചെയ്യുന്ന ഒരു നടനാണ്. ഇതിലും തെറ്റിച്ചിട്ടില്ല. ആക്ച്വലി ഇതിൽ വില്ലന്മാര് ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് നല്ല വെറുപ്പ് തോന്നും. ഈ അധികാരമുള്ളവർ അല്ലെങ്കിൽ പവർഫുൾ ആയവർ, ഇവിടുത്തെ സിസ്റ്റം, ഇതൊക്കെ ചേർന്ന് സാധാരണക്കാരെ ബലിയാടാക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പടം കാണിച്ചു തരുന്നത്. എനിക്ക് പേഴ്സണലി ഇതിലെ അശോക് എന്ന ഒരു ക്യാരക്ടറിനോട് വല്ലാതെ ഇമോഷണലി അറ്റാച്ച് ആയതുകൊണ്ട് അയാളെ ഓർക്കുമ്പോൾ എനിക്ക് ഈ പടം ഇഷ്ടമായില്ലെന്ന് ഞാൻ പറയും. അത് ഈ സിനിമ മോശമായതുകൊണ്ടല്ല കേട്ടോ. നമ്മൾ ആ ക്യാരക്ടറിനോട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയി മാറുന്നതുകൊണ്ടാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. ഇത് റിയൽ ഇൻസിഡന്റ് ബേസ്ഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ സ്ക്രിപ്റ്റ്. പക്ഷെ ആ കാലഘട്ടത്തിലെ പല റിയൽ സംഭവങ്ങളുമായിട്ട് വളരെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ആ 90s ഇറയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. സോ പ്രൊഡക്ഷൻ ഡിസൈനും കിടുവാണ്. മ്യൂസിക് ഓവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നുമല്ല കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ട് പോകുന്ന പശ്ചാത്തല സംഗീതമാണ്. പക്ഷെ അത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു. അഥവാ കൃഷ്ണകുമാറാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. സാധാരണ ബോളിവുഡ് മസാല പടങ്ങളിലെ പോലെ പാട്ട്, പ്രണയം അങ്ങനെയൊന്നും ഈ പടത്തിലില്ല കേട്ടോ. ശ്രീദത്ത നം ജോഷിയാണ് ഇതിന്റെ ക്യാമറ നിർവഹിച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് ഐറിൻ ധർമാലിക്. രണ്ടും നൈസ് ആയിരുന്നു. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനും കിടുവായിരുന്നു. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ക്ലാസ് സ്പൈ ത്രില്ലർ മൂവിയാണിത്. മസ്റ്റ് വാച്ച് ആണ്. ഗംഭീരമായിട്ട് ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിൻ്റെത്. സെയിം ടൈം ഇത് എല്ലാവർക്കും പറ്റുന്ന പടമല്ല. എസ്പെഷ്യലി നിങ്ങളൊരു മാസ് പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമാവില്ല. കാരണം ഇത് വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു ക്ലാസ് പടമാണ്. അതുപോലെ ഇത് കുറച്ച് സിനി ഫയൽസ് അല്ലെങ്കിൽ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയുള്ള പടമാണ്. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ജം. പടം C5 നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഡയറക്റ്റ് OTT റിലീസായിട്ട് C5 റിലീസായ പടമാണ്. ഹിന്ദി ഭാഷ മാത്രമേ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷ് സബ്ടൈറ്റിലുണ്ട്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.